ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ആണിസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു, നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നോക്കുക, ആദ്യം തന്നെ പറയട്ടെ, നല്ലൊരു അടിപൊളി വൈബുള്ള ഒരു സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഒരുപാട് പുല്ലുകൾ, നാച്ചുറൽ ആയിട്ടുള്ള പുല്ലുകളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നട്ട് വളർത്തുള്ളൂ ഈ പശുവിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ പുല്ലുകളുണ്ട്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. ഫുള്ള് ഇങ്ങനെ പച്ചപ്പരവതാനി വിരിച്ച് കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മോസ്റ്റ് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചതും അതുപോലെ തന്നെ നമുക്ക് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാതായ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്നും സ്ഥിരം വരാറുള്ള ഒരു കമൻറ്റ് തന്നെ കേട്ടോ. അത് നമ്മൾ എന്ന് കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാലും നമുക്ക് ഡെയിലി നമ്മൾ കാണാറുള്ള ഒരു കമൻറ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ ആ വീഡിയോ ചെയ്യാമെന്ന്. എന്താണെന്നല്ല, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹെയർ ഓയിൽ മസാജാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യണത് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് വെച്ചു. അപ്പോൾ എന്തായാലും പോകാം വീഡിയോയിലേക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ നമ്മുടെ ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. നമ്മൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ മുടിയുടെ വളർച്ച കുറേ മാറ്റങ്ങൾ വരുത്തിട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാറ്, എനിക്ക് നോർമലായിട്ട് എനിക്ക് എല്ലാ എണ്ണയും പറ്റാറുണ്ട് കേട്ടോ. ഞാൻ കാച്ചി എണ്ണയും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഉണ്ടാകുമല്ലോ, നമ്മളെ മില്ലിലൊക്കെ ആട്ടിയിട്ട് നല്ല ഒറിജിനൽ ആയിട്ടുള്ള ശുദ്ധമായ വെളിച്ചെണ്ണ, അപ്പോൾ അതും ഞാൻ തേക്കാറുണ്ട്. അപ്പോൾ രണ്ടും എനിക്ക് സ്യൂട്ടഡ് ആണ് കേട്ടോ. ഒന്നും എനിക്കങ്ങനെ തേച്ചിട്ട് മുടി കൊഴി ആ രീതിയിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ രണ്ടെണ്ണയും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോണത് നമ്മൾ കാച്ചി എണ്ണ വെച്ചിട്ടുള്ളൊരു ഹെയർ ഓയിൽ മസാജ് ആട്ടോ. അപ്പോൾ എന്തായാലും കാച്ചി എണ്ണ വെച്ച് തേക്കുമ്പോൾ നമ്മൾ ആദ്യം ഏത് എണ്ണ വെച്ച് തേക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുടിയിലുള്ള കെട്ട് ഫുള്ള് കളയണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ മുടി 2 പാർട്ടീഷനായിട്ട് എടുക്കുക. ഇങ്ങനെ 2 പാർട്ടീഷനായിട്ട് നമ്മുടെ മുടി എടുക്കണം. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോരോ പാർട്ടീഷനായിട്ട്, ഇപ്പോൾ ഈ കെട്ട് ആദ്യം കളയും ഈ ഒരു ഭാഗത്തെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് കെട്ടുകളെ. അപ്പോൾ നന്നായിട്ട് മുടിയിട്ട് ജട കളഞ്ഞതിന് ശേഷം മാത്രം വേണം നമ്മൾ എപ്പോഴും ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം കൈ വെച്ച് നന്നായിട്ടൊന്ന് കെട്ടൊക്കെ കളഞ്ഞെടുക്കാം. കൈ വെച്ചും കളയാം, ചീപ്പ് വെച്ചും കളയാം. അപ്പോൾ കൈ വെച്ച് കളയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ചീപ്പ് വെച്ച് ഡയറക്റ്റായിട്ട് നമ്മൾ കെട്ട് കളയുമ്പോൾ നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈ വെച്ച് പരമാവധി കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ചീപ്പ് വെച്ച് കളയണതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഈ സൈഡ് ഫുള്ള് കെട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടൊരു സംഭവം എന്ന് പറഞ്ഞതാണ് 2 ചീപ്പാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഒരെണ്ണം എന്ന് പറയുമ്പോൾ പല്ലകലുള്ള ചീപ്പും, മറ്റേന്ന് പറഞ്ഞാൽ സാധാ ഒരു ചീപ്പ് ഉണ്ടല്ലോ, അതുമാണ് വേണ്ടത്. അപ്പോൾ പല്ലകലുള്ള ചീപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മുടി പൊട്ടി പോകാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ പല്ലകലുള്ള ചീപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പല്ലകലുള്ള ചീപ്പ് വെച്ചിട്ട് വേണം ജടയൊക്കെ കളയേണ്ടത്. അതിനുശേഷം മറ്റേ ചീപ്പ് വെച്ച് ചീവിയാലേ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കും ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്കിനി എന്തായാലും കൈ വെച്ച് ഓൾറെഡി നമ്മൾ കെട്ടി കളഞ്ഞതാണല്ലോ. പിന്നെ നമുക്ക് ഈ ചീപ്പ് വെച്ചിട്ടൊന്ന് ചീവി എടുക്കട്ടെ. പിന്നെ നമുക്ക് താഴേന്ന് കെട്ടി കളഞ്ഞ് വരാം കേട്ടോ. അല്ല നമ്മൾ ഡയറക്റ്റ് മേളിൽ നിന്നേ ഇങ്ങനെ കെട്ടി കളഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുടി പൊട്ടി പോവുകയെ. അപ്പം എപ്പോഴും ഇങ്ങനെ തന്നെ കളയാൻ ശ്രദ്ധിക്കുക എല്ലാവരും. അങ്ങനെ നമുക്ക് എല്ലാ കെട്ടും ചീപ്പ് വെച്ച് കളയാം. അതായത് നമ്മൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ ഹെയറിന് ഉണ്ട് കേട്ടോ. ഹെയർ ഗ്രോത്ത് കൂടാനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് വഴിയാണ് നമുക്ക് കൂടുതലായിട്ട് ഹെയർ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ ഈ ഓയിൽ മസാജിലൂടെ. അപ്പോൾ നമ്മുടെ കെട്ടൊക്കെ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ കൈ വെച്ച് നന്നായിട്ട് കളഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ചീപ്പ് വെച്ച് കളയാൻ അധികമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ സൈഡിലൂടെ ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മുടെ മുടിയിൽ മസാജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നല്ലതാണ് കേട്ടോ മുടിക്ക്. ഞാൻ ഇപ്പോൾ മസാജ് ചെയ്യാനൊക്കെ കുറവാണ്, കാരണം എനിക്ക് കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും അങ്ങനെ മസാജ് ചെയ്യാനൊന്നും നമുക്ക് ടൈം കിട്ടില്ലല്ലോ, ഓരോ തിരക്കുകളൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് മുടിയൊക്കെ മസാജ് ചെയ്തിരുന്നു. അപ്പോൾ മസാജ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി മുടി നന്നായിട്ട് വളരാനും അതിന് മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ മുടി ഒന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫെദർ കട്ട് ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെങ്ത്ത് കുറച്ചിട്ടാട്ടോ ഫെദർ കട്ട് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം വളർന്ന മുടിയാണിത്. അപ്പം നമ്മളതാ ഈ സൈഡും നമ്മൾ നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. 2 പാർട്ടീഷനായിട്ട് എടുത്ത് നല്ല രീതിയിൽ കെട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓയിലിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഹെയറിൽ ഓയിലിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കാച്ചി എണ്ണയാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിന് കുറച്ച് കാച്ചി എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാച്ചി എണ്ണ എന്ന് പറയുമ്പോൾ ഒരുപാട് പച്ചമരുന്ന് ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ
കൈതോലി, അതുപോലെ തന്നെ കറ്റാർ വാഴ, നെല്ലിക്ക, അങ്ങനെ ഒരുപാട് പച്ചമരുന്ന് ഇട്ടിട്ടുണ്ടാക്കി ഒരു അടിപൊളി എണ്ണ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗുണമുള്ള എണ്ണ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതാണ് ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് തേക്കുന്നത്. ഇടയ്ക്ക് ഞാൻ മാറിയിട്ട് വെളിച്ചെണ്ണ തേക്കുന്നത്, രണ്ട് സ്യൂട്ടായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുടി മസാജ് ചെയ്യാം. അതാണ് നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കിയത്. അപ്പോൾ ഇതേ സെയിം എണ്ണ തന്നെ നമ്മുടെ ഒരു അമ്മായി വീട്ടിലുണ്ടാക്കിയിട്ട് പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള എണ്ണ തന്നെയാണ്. അപ്പോൾ തേച്ചവരൊക്കെ അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഓയിൽ മസാജ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് എണ്ണ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണ എടുത്താൽ മതി. അപ്പോൾ ഈ എണ്ണ എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ മേളിലൊന്ന് വെക്കുക. അത് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ട് ഒരു വെള്ളം എടുക്കുക. എന്നിട്ട് ആ പാത്രത്തിൻ്റെ മേളിലേക്ക് കുറച്ച് നേരം വെച്ചാൽ മതി, ആ ചൂടുവെള്ളത്തിൻ്റെ പുറത്തേക്ക്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരും. ആ ചെറിയ ചൂടോടുകൂടി വേണം നമ്മളിത് തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ എടുത്തിട്ട് വന്ന എണ്ണയാണ്. നേരത്തെ കൊണ്ടുവച്ചെടുത്തപ്പോൾ തണുത്ത് പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ചെയ്തതാണ്. എന്നിട്ട് ഇതാ കയ്യിൽ കുറച്ചൊന്ന് ആക്കുക. രണ്ട് കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ ഫിംഗർ ഉണ്ടല്ലോ, ഫിംഗറിൻ്റെ ടിപ്പ് വെച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ മാറ്റി 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 പല ഭാഗങ്ങളിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് മസാജ് ചെയ്യണേ. അപ്പോൾ കുറച്ചുകൂടി എണ്ണ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കയ്യിലാക്കിയിട്ട് മാറ്റി മാറ്റി മസാജ് ചെയ്തിടാം. മുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഗ്യാപ്പുകളുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് നന്നായിട്ടൊന്ന് ഓയിൽ തേച്ച് പിടിപ്പിക്കാം. മെയിനായിട്ട് എപ്പോഴും നമ്മൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ വേണം കേട്ടോ ചെയ്യാൻ. കാരണം സ്കാൽപ്പിലാണല്ലോ നമ്മുടെ പുതിയ പുതിയ മുടിയിഴകളൊക്കെ വരുന്നത്. അപ്പോൾ സ്കാൽപ്പ് നന്നായിട്ട് എണ്ണ ഇട്ടിട്ട് മസാജ് ചെയ്യാം. മുടിയിലേക്ക് അധികം ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ എണ്ണ ഒത്തിരി തേച്ചിട്ട് സ്കാൽപ്പ് അത്ര ഫുള്ളായിട്ട് എണ്ണയിൽ കുളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഈ ഒരുപാട് താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ എണ്ണ തേച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. എപ്പോഴും ഫിംഗർ ടിപ്പുകൾ കൊണ്ട് വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു റിലാക്സേഷൻ എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. എല്ലാ ഭാഗവും നമ്മൾ നന്നായിട്ടൊന്ന് അത്യാവശ്യം മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുടി നന്നായിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി എണ്ണ എടുക്കട്ടെ. കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എത്രത്തോളം മസാജ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. പിന്നെ ഓരോരുത്തരുടെ ടൈമിനനുസരിച്ച് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് എണ്ണ ഇട്ടിട്ട് മസാജ് ചെയ്തായിരുന്നല്ലോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഹെയർ ഉണ്ടല്ലോ, ഹെയറിലേക്കും കുറച്ച് എണ്ണ ഇട്ടിട്ടൊന്ന് മസാജ് ചെയ്യാം. നമ്മളിങ്ങനെ കെട്ട് കളയുമല്ലോ, അപ്പോൾ എണ്ണ കയ്യിലാക്കിയിട്ട് തന്നെ കെട്ട് കളയുന്ന രീതിയിൽ ഇങ്ങനെ ആക്കുക. അപ്പോൾ എണ്ണ നമ്മുടെ മുടിയിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചോളും. ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മുടിയിഴകളിലേക്ക് കൂടി എണ്ണ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ എപ്പോഴും മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ പ്രൊഡക്ട്സും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ കെമിക്കലും അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഉള്ള മുടി കളയാതെ നോക്കുക എല്ലാവരും. അതാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ കെമിക്കലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല.
നന്നായിട്ട് സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലൊക്കെ നല്ല രീതിയിൽ തന്നെ എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്തു കേട്ടോ. അപ്പൊ ഇതാട്ടോ എന്റെ ഓയിൽ മസാജ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത അവർക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കെമിക്കൽ ആയിട്ടുള്ള ഷാമ്പും കാര്യങ്ങളൊന്നും തേക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറിജിനൽ ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പും കാര്യങ്ങളും തന്നെ നമുക്ക് താളി ഉണ്ടല്ലോ, പലതരം താളുകളുണ്ട്. അപ്പോൾ അതൊക്കെ തേച്ചിട്ട് നമ്മൾ മുടിയൊക്കെ വാഷ് ചെയ്യാൻ നമുക്ക് മുടി നന്നായിട്ട് ഷൈനിങ് ആകും. അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ ഗ്രോത്ത് ആവാനൊക്കെ വളരെ നല്ലതാണ്. മസാജ് ചെയ്തിരിക്കുമല്ലേ. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഒരു 20 മിനിറ്റ് വെക്കാട്ടോ നമുക്ക് തലയിൽ. കാരണം എപ്പോഴും നമ്മൾ ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് ഓയിൽ അതുപോലെ തന്നെ ഹെയർ പാക്ക് അങ്ങനെ എന്ത് തേക്കുക ഒരു മിനിമം 20 മിനിറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ അലർജിയുടെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് നേരത്തെ തന്നെ കഴിക്കളാനായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 20 മിനിറ്റ് ആയിട്ട് നന്നായിട്ട് തല വാഷ് ചെയ്യണം. തല വാഷ് ചെയ്തിട്ട് വേണം കുളിക്കാൻ. അപ്പൊ എന്തായാലും താളി ഇട്ടിട്ടാട്ടോ നമ്മളിന്ന് കുളിക്കാൻ പോണത്. അപ്പോൾ അത് താളിയും കാര്യങ്ങളും എങ്ങനെ ഉണ്ടാക്കണം അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വഴി അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നത് ടാറ്റ ബൈ ബൈ, സീ യു.